നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഗുജറാത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു പേരില്ലായിരുന്നു. എന്നാൽ ഇക്കുറി, അതായത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് അണിനിരന്നാൽ ശക്തമായ മുന്നേറ്റമുണ്ടാക്കി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. ജിഗ്നേഷ് മെവാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് യുവ നേതൃത്വം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് BJPയോട് നേരിട്ടല്ലാതെ, കോൺഗ്രസ് അല്ലാതെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, ഇന്ത്യ മുന്നണിയിലുള്ളവർ അവിടെ നേർക്കുനേർ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യമല്ല ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെ തിരിച്ചു വരാം എന്നുള്ളതാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഗുജറാത്ത് തന്നെയാണ്. കാരണം BJPയുടെ ശക്തി ദുർഗം, ഈ രാജ്യത്ത് BJPയുടെ വളർച്ചയ്ക്ക് കാരണമായത് ഗുജറാത്ത് മോഡൽ എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടാണ്. വാസ്തവത്തിൽ ഗുജറാത്ത് മോഡൽ എന്നത് ലോകരാജ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മോദിക്ക് ഒരു കാലത്തും വിസ അനുവദിക്കാതിരുന്നത് ഗുജറാത്തിൽ മോദി ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായ സമാനതകളില്ലാത്ത വർഗീയ കലാപത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. അന്ന് വലിയ തോതിൽ അദ്ദേഹത്തിനെ ബ്ലാക്ക് മാർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കാർക്കും അറിയാത്ത കാര്യമല്ല. അമേരിക്ക പോലും ഈ കാര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാടല്ലായിരുന്നു സ്വീകരിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ ഗുജറാത്തിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണെങ്കിൽ 2017 സാഹചര്യം കോൺഗ്രസിനിപ്പോൾ ഉതകുന്നുണ്ട് എന്ന് തന്നെയാണ് ഗ്രൗണ്ട് സർവേ ഫലങ്ങൾ പറയുന്നത്. ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയും തൂത്തുവാരിയെങ്കിലും ഇക്കുറി അത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഗുജറാത്തിൽ ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസിന് ആധിപത്യം ഇപ്പോഴുമുണ്ട്. നഗര കേന്ദ്രങ്ങളിൽ, അതായത് സൂററ്റ്, അതുപോലെ തന്നെ അഹമ്മദാബാദ് തുടങ്ങിയ നഗര ഹൃദയങ്ങളിൽ മാത്രമാണ് BJPക്ക് ആധിപത്യമുള്ളത്. ആ നഗര ഹൃദയങ്ങളുടെ വോട്ട് ബാങ്ക് കൊണ്ടാണ് BJP എല്ലാ കാലവും ജയിച്ച് അധികാരത്തിലേക്ക് വരുന്നത്. സാധാരണ നിലയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, 2012 2007 ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ 182 സീറ്റുകളിൽ ശരാശരി 100 മുതൽ 110 വരെ സീറ്റുകൾ BJP നേടുകയും ബാക്കിയുള്ള 55 മുതൽ 60 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടിയെടുത്തുകൊണ്ട് വിജയിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി കാണുന്നത്. അതിൽ നിന്നും ഒരു വ്യത്യാസം വന്നത് ആം ആദ്മി ഡബിൾ പ്ലേ കളിച്ചതിൻ്റെ പേരിലായിരുന്നു. ആം ആദ്മി പാർട്ടി BJPക്ക് വേണ്ടി വലിയ തോതിൽ പണിയെടുത്തതിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. എന്നിട്ട് ആം ആദ്മി സാമാജികരെ പിടിച്ചു നിർത്താൻ, അവരെ ഒപ്പം വിശ്വാസത്തിലെടുക്കാൻ കെജ്രിവാൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരുടെ ശ്രമം എന്ന് പറയുന്നത് അവർ ഉദയം ചെയ്തത് തന്നെ കോൺഗ്രസിനെ നശിപ്പിക്കുക. ഈ രാജ്യത്ത് വലിയ തോതിൽ മതേതരത്വം പറഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന ആം ആദ്മിയുടെ കപട മതേതരത്വം പല സംസ്ഥാനങ്ങളിൽ ഇന്ന് വ്യത്യസ്തമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നോക്ക വിഭാഗങ്ങളെ ഒരു കാലത്തും അടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നില്ല. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ലാഭം, അദ്ദേഹം ലാഭം നോക്കിയല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നുള്ളത് വർഷങ്ങളായി മനസ്സിലാക്കി വരികയാണ്.